മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡാറ്റീവ് കേസിലെ മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് ഡാറ്റീവ് എന്നും ഏതൊക്കെയാണ് ഡാറ്റീവ് വെർബ്സ് എന്നും പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡാറ്റീവിന്റെ ബെസ്റ്റുണ്ടർ ആർട്ടിക്കിൾ, ബെസ്റ്റുണ്ടർ ആർട്ടിക്കിൾ, നെഗാറ്റീവ് ആർട്ടിക്കിൾ പഠിച്ചു. ഇനി ഈ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനോമിനും ഡാറ്റീവും പൊസസീവ് പ്രൊനോമിനും ഡാറ്റീവുമായിരിക്കും. ആദ്യമായി നമുക്ക് പേഴ്സണൽ പ്രൊനോമിനും ഡാറ്റീവും പരിചയപ്പെടാം. ഇനി എന്താണ് പേഴ്സണൽ പ്രൊനോമിനും ഡാറ്റീവ്? നമുക്ക് അതിനൊരു ഡെഫിനിഷൻ നോക്കാം. ദി പേഴ്സണൽ പ്രൊനോമിനും ഡാറ്റീവ് ആൻസർ ദി ക്വസ്റ്റ്യൻ ടു ഹും ഓർ ഫോർ ഹും. ദേ റെഫേഴ്സ് ടു എ പേഴ്സൺ ഓർ തിങ്, receive something or affected by the action indirectly. They refers to a person or thing, receive something or affected by the action indirectly. ഇതേപോലെ തന്നെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ ഉപയോഗിക്കുന്ന മറ്റൊരു കേസ് കൂടിയുണ്ട്. ദി ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ ക്യാൻ ഓൾസോ കം ആഫ്റ്റർ ഡാറ്റീവ് വെർബ്സ് ആൻഡ് ഡാറ്റീവ് പ്രിപ്പോസിഷനും. ഡാറ്റീവ് വെർബിന് ശേഷവും ഡാറ്റീവ് പ്രപ്പോസിഷൻ നമ്മൾ പഠിക്കാനുള്ളതാണ്. ഡാറ്റീവ് പ്രപ്പോസിഷന് ശേഷവും ഈ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻസ് വരാം. ഇനി ഏതൊക്കെയാണ് ഡാറ്റീവ് വെർബ്സ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി നമ്മൾ നോമിനാറ്റീവിനും അക്യുസാറ്റീവിനും പേഴ്സണൽ പ്രൊനോമിൻ പഠിച്ചിട്ടില്ലായിരുന്നോ? അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഡാറ്റീവിലേക്ക് കിടക്കാം. നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ ഏതൊക്കെയായിരുന്നു? ഇഹ്, ഐ, ദു, യു, എർ, ഹി, സി, ഷി, എസ്, ഇറ്റ്, വിയർ, വി, ഇയർ, യു, ഓൾ, ക്യാപിറ്റൽ സി, യു ഫോർമൽ അല്ലെങ്കിൽ താങ്കൾ, സ്മോൾ ലെറ്റർ സിയോ, ദേ. ഇതായിരുന്നു നമ്മുടെ നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ. നോമിനാറ്റീവിലെ ചോദ്യം എന്തൊക്കെയായിരുന്നു? ചോദ്യം കൃത്യമായി ഓർത്ത് വെക്കുക. നോമിനാറ്റീവിലെ ചോദ്യം ആര്, എന്ത്. ഇനി അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ ഏതൊക്കെയായിരുന്നു? അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ വന്നിരുന്നത് മിഷ്, മീ, ദിഷ്, യു, ഈൻ, ഹിം, സി, ഹെർ, എസ്, ഇറ്റ്, uns, as, euch, you, all, capital C, you formal, small letter c, them. ഇനി അക്യുസാറ്റീവിലെ ചോദ്യം എന്തൊക്കെയായിരുന്നു? ആരെ, എന്തിനെ, എന്ത് എന്നായിരുന്നു അക്യുസാറ്റീവിലെ ചോദ്യം. അപ്പൊ നമ്മൾ നോമിനാറ്റീവിലെയും അക്യുസാറ്റീവിലെയും പേഴ്സണൽ പ്രൊനോമിൻ കണ്ടു. ഇനി ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമിനും അതിന്റെ മീനിങ് നമുക്ക് പരിചയപ്പെടാം. ഡാറ്റീവിലെ ചോദ്യം എന്താണ്? ടു ഹും അല്ലെങ്കിൽ ഫോർ ഹും, ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി. നമുക്ക് ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമിൻ എന്ന് പരിചയപ്പെട്ട് നോക്കാം. ഡാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമിൻ ഒന്നാമതായി മിർ, മിർ, ടു മീ അല്ലെങ്കിൽ എനിക്ക്, ആർക്ക്, എനിക്ക്. നോമിനാറ്റീവിലെ ചോദ്യത്തിന്റെ ഉത്തരം എന്നായിരുന്നു? ആര്, ഞാൻ. അക്യുസാറ്റീവിലെ ആര്, എന്നെ. ഡാറ്റീവിലെ ആർക്ക്, എനിക്ക്. മിർ, ടു മീ. അടുത്തത് ദിർ, ടു യു, ദിർ, ടു യു അല്ലെങ്കിൽ നിനക്ക്. ഡാറ്റീവിലെ ചോദ്യം ആർക്ക്, നിനക്ക്. നോമിനാറ്റീവിലായിരുന്നെങ്കിൽ അത് ദൂവിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു? ദു, നീ, നിന്നെ, നിനക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഡാറ്റീവിലെ ഈം, ടു ഹിം അല്ലെങ്കിൽ അവന്, ആർക്ക്, അവന്. നോമിനാറ്റീവിലോ അവൻ, അവനെ, അവന്. ഈം, ടു ഹിം. അടുത്തത് ഇയർ, ഇയർ, ടു ഹെർ, ആർക്ക്, അവൾക്ക്, ആർക്ക്, അവൾക്ക്. ഇയർ, ടു ഹെർ അല്ലെങ്കിൽ അവൾക്ക്. നോമിനാറ്റീവിൽ വന്നപ്പോഴും എങ്ങനെയായിരുന്നു? അവൾ. അക്യുസാറ്റീവിൽ വന്നപ്പോൾ അവളെ. ഡാറ്റീവിൽ വന്നപ്പോൾ അവൾക്ക്. ഇനി അടുത്തതും ഈം തന്നെയാണ്. ഈം എന്ന് വെച്ചാൽ ടു ഇറ്റ്, അതിന്. ടു ഇറ്റ്, അതിന്. നോമിനാറ്റീവിൽ എങ്ങനെയായിരുന്നു അത്? നോമിനാറ്റീവിൽ യെസ് അത്, അക്യുസാറ്റീവിൽ വന്നപ്പോൾ അത്, അതിനെയായി. ഡാറ്റീവിൽ വന്നപ്പോൾ അതിന്. ഈം, ടു ഇറ്റ് അല്ലെങ്കിൽ അതിന്. അടുത്തത് ഉൻസ്, ടു അസ്, ഉൻസ്, ടു അസ്, ഞങ്ങൾക്ക്, ആർക്ക്, ഞങ്ങൾക്ക്. നോമിനാറ്റീവിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഞങ്ങൾ. അക്യുസാറ്റീവിൽ ഞങ്ങളെ, ഡാറ്റീവില് ഞങ്ങൾക്ക്, ആർക്ക്, ഞങ്ങൾക്ക്. അടുത്തത് ഓയ്ഹ്, ടു യു ഓൾ, നിങ്ങൾക്ക്, ആർക്ക്, നിങ്ങൾക്ക്. ഓയ്ഹ്, ടു യു ഓൾ, നിങ്ങൾക്ക്. നോമിനാറ്റീവിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ. അക്യുസാറ്റീവിൽ വന്നപ്പോൾ നിങ്ങളെയായി. ഡാറ്റീവിൽ വന്നപ്പോൾ നിങ്ങൾക്ക്. ഇനി അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ ഈനൻ, ടു യു, ടു യു ഫോർമൽ അതായത് താങ്കൾക്ക്, ആർക്ക്, താങ്കൾക്ക്. നോമിനാറ്റീവിൽ അതെങ്ങനെയായിരുന്നു? താങ്കൾ. അക്യുസാറ്റീവിൽ വന്നപ്പോൾ താങ്കളെയായി. ഡാറ്റീവിൽ വന്നപ്പോൾ താങ്കൾക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സ്മോൾ ലെറ്റർ ഈനൻ, അതിന്റെ മീനിങ് ടു ദെം, അവർക്ക്, ആർക്ക്, അവർക്ക്. ടു ദെം, അവർക്ക്. നോമിനാറ്റീവിൽ അതെങ്ങനെയായിരുന്നു?
അവർ, അക്യൂസാറ്റീവിൽ വന്നപ്പോൾ അത് അവരെയായി, ഡാറ്റീവിൽ വന്നപ്പോൾ അവർക്ക്. ഇത്രയുമാണ് നമ്മുടെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ. ഫോർ ഹും. നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ദി ഡാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ ആൻസർ ദി ക്വസ്റ്റ്യൻ ടു ഹും ഓർ ഫോർ ഹും. അല്ലേ? ടു ഹും, ടു മീ, ടു ഹും, ടു യു, ടു ഹും, ടു ഹിം എന്നൊക്കെയല്ലേ അതിന്റെ ഉത്തരങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ആർക്ക് വേണ്ടി മലയാളത്തിൽ ചോദിച്ചതെന്ന് പഠിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ്? മിർ, ദിർ, ഈം, ഇയർ, ഈം, ഉൻസ്, ഓയ്ഹ്, ഈനൻ, ഈനൻ. എങ്ങനെയാണ്? മിർ, ദിർ, ഈം, ഇയർ, ഈം, ഉൻസ്, ഓയ്ഹ്, ഈനൻ, ഈനൻ. വ്യക്തമായി പഠിച്ചു വെക്കുക. ഇത്രയും പേഴ്സണൽ പ്രൊനൗമനാണ് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ നമ്മൾ പഠിച്ചു? നോമിനാറ്റീവിന്റെ പഠിച്ചു, അക്യൂസാറ്റീവിന്റെ പഠിച്ചു, ഡാറ്റീവിന്റെ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന ഗെനറ്റീവ് കേസ് ഉണ്ടല്ലോ, അതിന് പേഴ്സണൽ പ്രൊനൗമൻസ് വരുന്നില്ല. അപ്പൊ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ഇത്രയും പേഴ്സണൽ പ്രൊനൗമൻസേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻസ് വെച്ച് എക്സാമ്പിളുകൾ ബിൽഡ് ചെയ്ത് നോക്കാം. ഒന്നാമതായി ഷീ ഹെൽപ്സ് മീ. ഷീ ഹെൽപ്സ് മീ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ ഡെഫിനിഷനിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഡാറ്റീവ് വെർബ്സിന് ശേഷവും ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗൺ ഉപയോഗിക്കും. ടു ഹെൽപ്പ് എന്നുള്ളത് എന്ത് വെർബാ? ഡാറ്റീവ് വെർബാ. അവൾ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ശരിക്കും ചോദ്യം വെച്ചാണെങ്കിൽ അത് അക്യൂസാറ്റീവിലാണ് വരേണ്ടത്. പക്ഷെ ഹെൽപ്പ് എന്നുള്ളത് എന്ത് വെർബാണ്? ഡാറ്റീവ് വെർബാണ്. അപ്പോൾ എന്ത് വരും? ഡാറ്റീവിന്റെ പൊസസീവ് പ്രൊനൗമൻ വരും. അപ്പോൾ അതെങ്ങനെ എഴുതും? സി ഹിൽപ്ഡ് മിയർ. സി ഹിൽപ്ഡ് മിയർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ, നമ്മുടെ ഡിട്രാൻസിറ്റീവ് വെർബിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഗീവ് യു എ കോഫി. ഐ ഗീവ് യു എ കോഫി. കോഫി എന്താണ്? ദർ കഫേ, മാസ്കുലിനാണ്. അപ്പോൾ ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് തന്നത്? ഞാൻ, നോമിനാറ്റീവ്. ആർക്കാണ് തന്നത്? നിനക്ക്. ടു ഹും, നിനക്ക്. ഇനി എന്താണ് തന്നത്? എ കോഫി. അതെന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അക്യൂസാറ്റീവിൽ വരും. അപ്പം എ കോഫി അക്യൂസാറ്റീവിലാണ്, ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആണ്, മാസ്കുലിനാണ്. അപ്പൊ എന്ത് വരും? ഐനൻ കഫേ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഡിട്രാൻസിറ്റീവ് വെർബുകൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോർമുല എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? Ich gebe dir einen Kaffee. Ich gebe dir einen Kaffee. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡാറ്റീവ് വെർബ് വെച്ചൊരു എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം. ഐ ബിലീവ് ഹിം. ഐ ബിലീവ് ഹിം. ഈ ബിലീവ് എന്നുള്ള എന്ത് വെർബാണ്? ഡാറ്റീവ് വെർബാണ്. ഡാറ്റീവ് വെർബിന് ശേഷം എന്തേ വരത്തുള്ളൂ? ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗമനെ വരത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? Ich glaube ihm. Ich glaube ihm. ഇനി മറ്റൊരു എക്സാമ്പിൾ, അത് നമുക്ക് ഡിട്രാൻസിറ്റീവ് വെർബിൽ നോക്കാം. ഐ റൈറ്റ് ഹെർ എ ലെറ്റർ. ഞാൻ അവൾക്കൊരു കത്തയച്ചു. ലെറ്റർ എന്താണ്? ദർ ബ്രീഫ്, മാസ്കുലിനാണ്. അപ്പം ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? നോമിനാറ്റീവ് ഐ. ആരാണ് അയച്ചത്? ഞാൻ. ആർക്കാണ് അയച്ചത്? അവൾക്ക്. ടു ഹും, അവൾക്ക്. ഡാറ്റീവിന്റെ ഉത്തരം വരും. ഇനി എന്താണ് അയച്ചത്? എ ലെറ്റർ. ലെറ്റർ, എ ലെറ്റർ ആണ് വന്നത്. അക്യൂസാറ്റീവില് ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ മാസ്കുലിന് എന്ത് വരും? ഐനൻ വരും. അപ്പോൾ ഇതെങ്ങനെ എഴുതും? Ich schreibe ihr einen Brief. Ich schreibe ihr einen Brief. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഡാറ്റീവ് വെർബിൽ നോക്കാം. I listen to it. To listen എന്നുള്ളത് എന്താണ്? സുഹ്യോറൻ. അതെന്ത് വെർബാണ്? ഡാറ്റീവ് വെർബാണ്. ഡാറ്റീവ് വെർബിനുപരി അതൊരു ട്രെൻബാരസ് വെർബാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതും നോക്കാം. Ich höre ihm zu. Ich höre ihm zu. ട്രെൻബാര വെർബ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. ട്രെൻബാര വെർബിൽ ഒരു സഫിക്സും ഒരു പ്രിഫിക്സും ഉണ്ടാവും. അതിന്റെ പ്രിഫിക്സ് ഒരു സെന്റൻസിൽ ഒരു വെർബ് മാത്രമേ ഉള്ളെങ്കിൽ, ട്രെൻബാര വെർബ് മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ പ്രിഫിക്സ് അവസാനം പോകും സെന്റൻസിന്റെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ എക്സാമ്പിൾ ഐ ലിസൺ ടു ഇറ്റ്. എങ്ങനെ എഴുതി? ഇസ് ഹ്യോറെ ഈം സു. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഡിട്രാൻസിറ്റീവ് വെർബിൽ നോക്കാം. ദേ ഗിഫ്റ്റ് ആസ് എ ബുക്ക്. ദേ ഗിഫ്റ്റ് ആസ് എ ബുക്ക്. ടു ഗിഫ്റ്റ് എന്താണ്? ഷെങ്കൻ. ഷെങ്കനാണ് ടു ഗിഫ്റ്റ്. ദേ ഗിഫ്റ്റ് ആസ് എ ബുക്ക്. ബുക്ക് എന്താണ്? ദസ് ബുക്ക്. ബുക്ക് എന്താണ്? ദസ് ബുക്ക്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്? നോമിനാറ്റീവ് അവർ. ആർക്കാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്? ടു അസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക്. ഇനി എന്താണ് ഗിഫ്റ്റ് ചെയ്യുന്നത്? ബുക്ക്. ദസ് ബുക്ക് ആണ്. അക്യൂസാറ്റീവ് ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ന്യൂട്രൽ വരുമ്പോൾ എന്ത് വരും? ഐൻ വരും. അപ്പോൾ ഇതെങ്ങനെ എഴുതും? സി ഷെങ്കൻ ഓൻസ് ഐൻ ബുക്ക്. സി ഷെങ്കൻ ഓൻസ് ഐൻ ബുക്ക്. നമ്മുടെ ഫോർമുല കറക്റ്റ് അല്ലേ? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്ട്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഡാറ്റീവ് വെർബിൽ നോക്കാം. വി കൺഗ്രാജുലേറ്റ് യു ഓൾ. വി കൺഗ്രാജുലേറ്റ് യു ഓൾ.
കാര്യം പറഞ്ഞാൽ ചോദ്യം വെച്ചാണെങ്കിൽ ഞങ്ങൾ ആരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന അക്യൂസാറ്റീവിലെ ചോദ്യം. പക്ഷേ കൺഗ്രാജുലേറ്റ് എന്നുള്ളത് ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് എന്തേ വരത്തുള്ളൂ, ഡാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനൗമിനെ വരത്തുള്ളൂ. അപ്പൊ എങ്ങനെ എഴുതും? വി ആർ ഗ്രാറ്റുലിയൻ ഓയ്ഹ്, വി ആർ ഗ്രാറ്റുലിയൻ ഓയ്ഹ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഇൻട്രാൻസിറ്റീവ് വെർബിൽ നമുക്ക് നോക്കാം. ഐ ഗീവ് യു, ഫോർമുലാണ് ഐ ഗീവ് യു 100 euro. ഐ ഗീവ് യു 100 euro. ഞാൻ താങ്കൾക്ക് 100 euro തരാം. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആര് തരും? ഞാൻ തരും. ആർക്ക് തരും? താങ്കൾക്ക്. ഇനി എന്താ തരുന്നത്? 100 euro. അപ്പോൾ ഇതെങ്ങനെ പറയും? ഇഷ് ഗേബെ ഈനൻ, താങ്കളായതുകൊണ്ട് ക്യാപിറ്റൽ വരണം. ഇഷ് ഗേബെ ഈനൻ 100 euro. ഇഷ് ഗേബെ ഈനൻ 100 euro. ഇനി ലാസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ കൂടെ നോക്കി നമുക്ക് ഈ പേഴ്സണൽ പ്രൊനൗമിനും ഡാറ്റീവ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ഡാറ്റീവ് വെർബ് വെച്ച് എക്സാമ്പിൾ നോക്കാം. ഐ ബിലീവ് ദം, ഞാൻ അവരെ വിശ്വസിച്ചു. ഞാൻ ആരെ വിശ്വസിച്ചെന്നാണ് ചോദ്യം വരിക. പക്ഷെ എന്നുള്ളത് ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് എങ്ങനെ വരും? അതിനുശേഷം ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ വരും. ഇഷ് ഗ്ലൗബെ ഈനൻ, സ്മോൾ ലെറ്റർ ആയിരിക്കണേ. ഇഷ് ഗ്ലൗബെ ഈനൻ. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഡാറ്റയുടെ ചോദ്യം എന്തൊക്കെയാണ്? ടു ഹും അല്ലെങ്കിൽ ഫോർ ഹും, ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി. അതേപോലെ തന്നെ ഡാറ്റീവ് വെർബിന് ശേഷവും ഡാറ്റീവ് പ്രപ്പോസിഷന് ശേഷം അല്ലെങ്കിൽ ഡാറ്റീവ് പ്രപ്പോസിഷന് ശേഷവും എപ്പോഴും ഡാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനൗമൻ ആയിരിക്കും വരിക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ. കൂടുതൽ എക്സാമ്പിളുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം, നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡാറ്റീവ് പൊസസീവ് പ്രൊനൗമൻ. അത് നമുക്ക് ചെറിയൊരു ഡെഫിനിഷൻ നോക്കാം. ദി ഡാറ്റീവ് പൊസസീവ് പ്രൊനൗമൻ ഈസ് യൂസ്ഡ് ടു ഷോ ദി ഓണർഷിപ്പ് ഓഫ് ദി